അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യിൻ ബഅദ. ബഹുമാന്യരായ സഹോദരങ്ങളെ, പെരുന്നാൾ ദിനത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ള ഒരുപാട് സുന്നത്തുകൾ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. ചെറിയ പെരുന്നാൾ ദിനത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ള സുന്നത്തുകളെ പറ്റിയാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പെരുന്നാൾ ദിനത്തിൽ കുളിച്ച് ശുദ്ധിയായി ഭംഗിയായി വസ്ത്രം ധരിച്ചുകൊണ്ടാണ് ഈദ്ഗാഹുകളിലേക്ക് പോകാറുള്ളത് എന്ന് നമുക്ക് വായിക്കാൻ പറ്റും. ഇബ്നു ഉമർ റളിയല്ലാഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, കാന യഗ്തസിലു യൗമുൽ ഫിത്രി വ യൗമുൽ അദ്ഹ. ഈദുൽ അദ്ഹയിലും യൗമുൽ ഫിത്തറിലും ചെറിയ പെരുന്നാൾ ദിനത്തിലും ബലി പെരുന്നാൾ ദിനത്തിലുമൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കുളിച്ച് ശുദ്ധിയായിക്കൊണ്ട് നല്ല വസ്ത്രം ധരിച്ചുകൊണ്ടാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പുറപ്പെടാറുള്ളത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പെരുന്നാൾ ദിനത്തിൽ പ്രത്യേകം വസ്ത്രം ധരിക്കാറുണ്ട് എന്നും നമുക്ക് വായിക്കാൻ പറ്റും. കാനത്ത് അലി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജുബ്ബത്തുൻ യൽബസുഹ ഫിൽ ഈദൈനി. രണ്ട് ഈദുകളിലും ചെറിയ പെരുന്നാൾ ദിനത്തിലും വലിയ പെരുന്നാൾ ദിനത്തിലും പ്രവാചകൻ ധരിക്കുന്ന പ്രത്യേകം ഒരു ജുബ്ബയുണ്ടായിരുന്നു. വയോമിൽ ജുമഅ, അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം ഒരു ജുബ്ബ ധരിക്കാറുണ്ട്. അപ്പോൾ ചെറിയ പെരുന്നാൾ ദിനത്തിലും വലിയ പെരുന്നാൾ ദിനത്തിലും അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസവുമൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം ഒരു ജുബ്ബ ധരിക്കാറുണ്ട്. അങ്ങനെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ദിവസങ്ങളിലെ പ്രവാചകന്റെ വസ്ത്രം. അതേപോലെ തന്നെ ഇബ്നു ഉമർ റളിയല്ലാഹുവിനെ പറ്റി പറയുന്നത്, കാന യൽബസു ഫിൽ ഈദൈനി അഹസന സിയാബിഇ. ഇമാം ബൈഹഖി ഉദ്ധരിക്കുന്ന റിപ്പോർട്ട് ചെയ്യുന്നതിൽ നമുക്ക് വായിക്കാം, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പെരുന്നാൾ ദിനത്തിൽ അദ്ദേഹം രണ്ട് പെരുന്നാൾ ദിനത്തിലും അഹസന സിയാബിഇ, ഏറ്റവും ഭംഗിയായ ഏറ്റവും സുന്ദരമായ വസ്ത്രമായിരുന്നു അദ്ദേഹം ധരിച്ചിട്ടുള്ളത്. അഥവാ ഇസ്ലാമികമായ എല്ലാ മര്യാദകളും പാലിച്ചുകൊണ്ടുള്ള വസ്ത്രം തന്നെയാണ് അവരും ധരിച്ചിരുന്നത്. എന്നാൽ പെരുന്നാൾ ദിനത്തിൽ ആ വസ്ത്രത്തെ കുറച്ചുകൂടി അഹസനായിട്ടുള്ള ഭംഗിയായിട്ടുള്ള വസ്ത്രം അവർ പ്രത്യേകം തിരഞ്ഞെടുക്കാറുണ്ട്. അപ്പോൾ ഒന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കുളിച്ച് ശുദ്ധിയായി നല്ല പുതുവസ്ത്രം ധരിച്ചുകൊണ്ടാണ് ഈദ്ഗാഹുകളിലേക്ക് പുറപ്പെടാറുള്ളത്. നമ്മളും അത് ശീലമാക്കുകയും അത് നിലനിർത്തുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ തന്നെയാണ്. രണ്ടാമതായി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈദ്ഗാഹുകളിലേക്ക് പുറപ്പെടുമ്പോൾ, പ്രത്യേകിച്ച് ചെറിയ പെരുന്നാൾ ദിനത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഭക്ഷണം കഴിച്ചുകൊണ്ടാണ്, എന്തെങ്കിലും കഴിച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈദ്ഗാഹിലേക്ക് പുറപ്പെടാറുള്ളത്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ യഗ്ദു യൗമൽ ഫിത്രി ഹത്താ യഅകുല തമറാത്ത്. പ്രവാചകൻ കാരക്ക കഴിച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പെരുന്നാൾ ദിനത്തിൽ, ചെറിയ പെരുന്നാൾ ദിനത്തിൽ ഈദ്ഗാഹിലേക്ക് പുറപ്പെടാറുള്ളത്. വയഅകുലുന്ന വിത്തറ, ചിലപ്പോൾ അത് ഒറ്റയായിട്ടായിരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെറിയ പെരുന്നാൾ ദിനത്തിൽ കാരക്ക ഒറ്റയായി കഴിച്ചുകൊണ്ട്, അല്ലെങ്കിൽ കുറച്ച് കാരക്ക കഴിച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് പെരുന്നാൾ ദിനത്തിൽ, ചെറിയ പെരുന്നാൾ ദിനത്തിൽ ഈദ്ഗാഹിലേക്ക് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പുറപ്പെടാറുള്ളത്. അനസ് റളിയല്ലാഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് വായിക്കാൻ പറ്റും. ഇനി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈദ്ഗാഹിലേക്ക് പോകുമ്പോൾ, അപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈദ്ഗാഹിലേക്ക് പോയിട്ടുള്ള വഴിക്കായിരിക്കില്ല തിരിച്ച് വരിക. മറ്റൊരു വഴിയിലൂടെ, മറ്റൊരു മാർഗത്തിലൂടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മടങ്ങി വരാറുള്ളത് എന്ന് നമുക്ക് ഹദീസിൽ വായിക്കാൻ പറ്റും. അൻ അബീ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു, അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യഖ്റുജു യൗമൽ ഫിത്രി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈദുൽ ഫിത്റിൽ, ചെറിയ പെരുന്നാൾ ദിനത്തിൽ, വൽ അദ്ഹ, ബലി പെരുന്നാൾ ദിനത്തിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈദ്ഗാഹുകളിലേക്ക് പുറപ്പെടാറുണ്ടായിരുന്നു. ഇലൽ മുസല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈദ്ഗാഹിലേക്ക് പോകാറുണ്ട്. ആ ഈദ്ഗാഹിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോകുമ്പോൾ, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ കാന യൗമു ഈദി ഖാലഫ ത്വരീഖ്. പ്രവാചകൻ വ്യത്യസ്ത വഴികളിലൂടെയാണ്, അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈദ്ഗാഹിലേക്ക് ഏതൊരു വഴിയിലൂടെയാണോ പോയത് ആ വഴിയിലൂടെയായിരിക്കില്ല മടങ്ങി വരിക, തിരിച്ച് മറ്റൊരു വഴിയിലൂടെയായിരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പുറപ്പെടുക. അപ്പം ഈ തിരുവചനത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ നമ്മൾ പഠിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ, പ്രവാചകൻ പെരുന്നാൾ ദിനത്തിലെ നമസ്കാരം നിർവഹിച്ചിരുന്നത്
അത് ഈദ്ഗാഹുകളിൽ വെച്ചിട്ടായിരുന്നു. അനുകൂലമായ സാഹചര്യത്തിൽ, അനുകൂലമായ കാലാവസ്ഥയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈദ്ഗാഹുകൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ഈദ്ഗാഹുകളിലേക്ക് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പുറപ്പെട്ടത് ഒരു വഴിയിലൂടെയും തിരിച്ചു വന്നിട്ടുള്ളത് മറ്റൊരു വഴിയിലൂടെയുമാണ് എന്നാണ് ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഈദ്ഗാഹുകളിലേക്ക് പുറപ്പെടുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തുമൊക്കെ തക്ബീറുകൾ മുഴക്കിക്കൊണ്ടാണ് അവർ പുറപ്പെടാറുള്ളത്. തക്ബീർ ചൊല്ലിക്കൊണ്ടായിരുന്നു. വിശുദ്ധ ഖുർആനിലെ സൂറ അൽ ബക്കറയിലെ 185-ാമത്തെ വചനം, വലി തുക്മിലു അൽ ഇദ്ദ വലി തുകബ്ബിറുല്ലാഹ അലാ മാ അദാക്കും, അള്ളാഹു നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയതിൻ്റെ പേരിൽ അള്ളാഹുവിനെ നിങ്ങൾ ധാരാളമായി നിങ്ങൾ തക്ബീറുകൾ പൂർത്തീകരിക്കുക. അത് തക്ബീറുകൾ നിങ്ങൾ ചൊല്ലിക്കൊള്ളുക, അത് നിങ്ങൾ പ്രകീർത്തിച്ചു കൊള്ളുക, അത് പറഞ്ഞുകൊള്ളുക എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വിശുദ്ധ ഖുർആനിലൂടെ ഈ വചനം അഥവാ നമ്മൾ പഠിക്കുന്ന സമയത്ത് മനസ്സിലാക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് കാണാം, പരിശുദ്ധ റമളാനുമായി ബന്ധപ്പെട്ട് അതിൻ്റെ റമളാനിൻ്റെ ഓരോ കാര്യത്തെപ്പറ്റി സൂറത്തുൽ ബക്കറയിലെ 183-ാമത്തെ വചനം തൊട്ട് റമളാനിനെ പറ്റി, ആ റമളാനിലെ അഹ്കാമുകളെ പറ്റി, വിധിവിലക്കുകളെ പറ്റിയൊക്കെ പറഞ്ഞ് ഇഅ്തികാഫിനെ സംബന്ധിച്ച് പരാമർശിച്ച് അവസാനം വിശുദ്ധ ഖുർആൻ ആ ഭാഗം അവസാനിപ്പിക്കുന്നത് അള്ളാഹുവിനെ ധാരാളമായി നിങ്ങൾ സ്മരിച്ചു കൊള്ളുക, തക്ബീർ ചൊല്ലിക്കൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ടാണ്. സ്വഹാബത്തിനെ പറ്റിയൊക്കെ പറയുന്നിടത്ത് നമുക്ക് കാണാൻ പറ്റും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തുമൊക്കെ ഈദ്ഗാഹുകളിലേക്ക് പുറപ്പെടുമ്പോൾ അവർ ധാരാളമായി തക്ബീറുകൾ ചൊല്ലിയിരുന്നു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആയിരുന്നു യഊദു യൗമൽ ഈദ് ദിനത്തിൽ അദ്ദേഹം പുറപ്പെടുന്ന സമയത്ത് വയുകബ്ബിറു വയർഫഉ സൗതഉ, അദ്ദേഹം ഉറക്കെ തക്ബീർ ചൊല്ലിക്കൊണ്ടിരിക്കുമായിരുന്നു. ഹത്താ യബ്ലുഗൽ ഇമാമിൻ്റെ അരികിൽ അഥവാ ഈദ്ഗാഹിൽ എത്തുന്നത് വരെ അതൊരു തക്ബീർ ചൊല്ലിക്കൊണ്ടേയിരിക്കും ചെറിയ പെരുന്നാൾ ദിനത്തിൽ എന്ന് നമുക്ക് വായിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ തക്ബീറുകൾ അത് ധാരാളമായി ചൊല്ലുക, തക്ബീറുകൾ ചൊല്ലിക്കൊണ്ട് ഈദ്ഗാഹിലേക്ക് പുറപ്പെടുക, ഇത് ചെറിയ പെരുന്നാൾ ദിനത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച സുന്നത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ രണ്ട് പെരുന്നാൾ ദിനത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വതക്ക ചെയ്യാറുണ്ട്. പ്രവാചകൻ സ്വതക്ക ചെയ്യാൻ വേണ്ടി സ്വഹാബത്തിനോട് കൽപ്പിച്ചതായി, സ്വഹാബത്തിനോട് ആവശ്യപ്പെട്ടതായി നമുക്ക് ഹദീസുകളിൽ വായിക്കാം. പ്രത്യേകിച്ച് നിസാഅുകളെ, സ്ത്രീകളെ വിളിച്ചുകൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കാര്യം പറയുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഖാമ ഫവഅലന്നാസ് വഅമറഹും ബിസ്വദഖ, പ്രവാചകൻ അവർക്ക് ഉപദേശം നൽകി, അവരോട് പ്രവാചകൻ കൽപ്പിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഅമറഹും ബിസ്വദഖ, ദാനധർമ്മം ചെയ്യാൻ വേണ്ടി പ്രവാചകൻ അവരോട് ആവശ്യപ്പെട്ടു. സുമ്മ ഇൻസറഫ, പിന്നെ പ്രവാചകൻ പിന്തിരിഞ്ഞുകൊണ്ട് മറ അല നിസാഇ, സ്ത്രീകളുടെ അരികിലൂടെ നടന്നിട്ട് പ്രവാചകൻ അവരെ വിളിച്ചു പറഞ്ഞു, യാ മഅശറൻ നിസാഇ, അല്ലയോ സ്ത്രീ സമൂഹമേ, തസദ്ദഖൻ, നിങ്ങൾ ദാനധർമ്മം ചെയ്യുക, സ്വതക്ക കൊടുത്തുകൊള്ളുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ത്രീകളോട് പറഞ്ഞിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പെരുന്നാൾ ദിനത്തിൽ ദാനധർമ്മം ചെയ്യാൻ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അപ്പോൾ സ്വതക്കകൾ അധികരിപ്പിക്കാൻ, സ്വതക്ക നൽകാൻ, പെരുന്നാൾ ദിനത്തിൽ കൊടുക്കാൻ വിശ്വാസികൾ ശ്രമിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് സ്ത്രീകളെ വിളിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അവിടെ ഒരു കാര്യം കൂടി നമുക്ക് ചേർത്ത് വായിക്കാം. ഉമ്മി ഉത്തയ്യാർ റളിയല്ലാഹു അൻഹ അവരെന്ത് ഉദ്ധരിക്കുന്നതായിട്ട് കാണാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, എന്ത്? സ്ത്രീകളോട് ഈദ്ഗാഹുകളിൽ പങ്കെടുക്കാൻ, അഥവാ നമസ്കാരത്തിന് വരാൻ സാധ്യമല്ലാത്ത, നമസ്കാരത്തിൽ പങ്കെടുക്കാൻ പറ്റാത്ത ആളുകളോട് പോലും ഈദ്ഗാഹുകളിൽ വന്ന് ഈദ്ഗാഹുകളിലെ പ്രാർത്ഥനകളിൽ, ഈദ്ഗാഹുകളിലെ ഖുതുബയിൽ പങ്കെടുക്കാനും അതുപോലെ തന്നെ നമസ്കാരത്തിൽ നിന്ന് മാറി നിൽക്കാനുമൊക്കെ അവരോട് പറയുന്നു. അപ്പോൾ ഈദ്ഗാഹുകളിലേക്ക് സ്ത്രീകളോട് വരാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ. അതുപോലെ തന്നെ എന്താണ് ഈദ്ഗാഹുകളിൽ പെരുന്നാൾ ദിനത്തിൽ വിശ്വാസികൾ പരസ്പരം കൈമാറേണ്ടുന്ന സന്ദേശമെന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ ആസാറുകളിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്, സ്വഹാബത്തിൻ്റെ സെലഫുകളുടെ ജീവിതത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയുന്നത്, അവർ പറഞ്ഞിരുന്നത്, പരസ്പരം കൈമാറിയിരുന്ന സന്ദേശം തഖബ്ബലല്ലാഹു മിന്ന വമിൻകും, അള്ളാഹു നമ്മളിൽ നിന്ന് നിങ്ങളിൽ നിന്ന് അള്ളാഹു ഈ കർമ്മം സ്വീകരിക്കട്ടെ എന്ന് അവർ പരസ്പരം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നും നമുക്ക് വായിക്കാൻ പറ്റും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെരുന്നാൾ ദിനത്തിലെ പ്രവാചകൻ്റെ സുന്നത്തുകളെ നമ്മൾ പഠിക്കുന്നിടത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കുളിച്ച് ശുദ്ധിയായി ഭംഗിയായി
ആയിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പുതുവസ്ത്രം ധരിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അഹസന സിയാബ് ഏറ്റവും നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈദ്ഗാഹുകളിലേക്കായിരുന്നു പോയിരുന്നത്. അപ്പോൾ കുളിച്ച് ശുദ്ധിയായി ഭംഗിയായി വസ്ത്രം ധരിച്ച് ഈദ്ഗാഹുകളിലേക്ക് പ്രവാചകൻ പുറപ്പെട്ടു. ആ ഈദ്ഗാഹുകളിലേക്ക് പ്രവാചകൻ പോകുമ്പോൾ തക്ബീറുകൾ മുഴക്കിക്കൊണ്ടായിരുന്നു ഈദ്ഗാഹുകളിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പോയിരുന്നത്. ചെറിയ പെരുന്നാൾ ദിനത്തിൽ ഭക്ഷണം കഴിച്ചിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈദ്ഗാഹിലേക്ക് പുറപ്പെട്ടത്. ആ ഈദ്ഗാഹുകളിൽ വെച്ച് ദാനധർമ്മം ചെയ്യാൻ, സ്വതക്ക നിർവഹിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചിരുന്നു. ഈദ്ഗാഹുകളിൽ സ്ത്രീകളോട് പങ്കെടുക്കാൻ പറഞ്ഞിരുന്നു. ഈദ്ഗാഹുകളിൽ നിന്ന് മടങ്ങി വരുന്നത് മറ്റൊരു വഴിയിലൂടെയാണ് എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നു. ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച സുന്നത്തുകളെ നമ്മുടെ ചെറിയ പെരുന്നാൾ ദിനത്തിൽ അത് പാലിക്കാൻ, അത് പിന്തുടരാൻ ശ്രമിക്കുന്നവരാണ് നമ്മൾ. ഒന്നുകൂടി ആ കാര്യത്തെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച സുന്നത്തുകളെ ആ ഗൗരവത്തിൽ എടുക്കാനും അത് ജീവിതത്തിൽ പാലിക്കാനുമൊക്കെ നമ്മൾ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.